3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്നു. കോടതിയിൽ കേസ് പോയപ്പോൾ പേടിച്ചു വന്നതാണ്. പേടിച്ചു വന്നിട്ടും പത്രസമ്മേളനം നടത്തി പത്രക്കാരെ മണിയടിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അദ്ദേഹം കിരീടം വീണുടഞ്ഞിരിക്കുന്നു. സൂര്യകിരീടം വീണുടഞ്ഞ് അദ്ദേഹം നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ തന്നെ. ദിവസങ്ങൾ ഓരോന്ന് കഴിയുന്തോറും ഓരോരോ പുതിയ ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പുതിയ ഇരകൾ കരഞ്ഞുകൊണ്ട് അവരുടെ വ്യഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് ആ ബോംബിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇങ്ങനെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നീരാളിപ്പിടുത്തം പോലെ നീരാളിയുടെ ആ കൈകൾ കൊണ്ട് ഓരോരുത്തരെയായിട്ട് വരിഞ്ഞു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും രാജിവെച്ച് മുഖം മിനുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. മുഖം മിനുക്കിക്കൊണ്ട് ഗ്ലാമറോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് താരങ്ങളായിട്ട് തെയ്യം കെട്ടിയ ആൾക്കാരുടെ അലങ്കാരങ്ങളെല്ലാം അതുപോലെ തന്നെ വേഷഭൂഷാദികളെല്ലാം അഴിച്ചു വെച്ച് ജനങ്ങളുടെ മുന്നിൽ നഗ്നരായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നാണം കെട്ട ഇവരുടെയൊക്കെയാണല്ലോ നമ്മൾ ഹീറോകളായിട്ടും നായകന്മാരും ആയിട്ട് കണക്കാക്കിയതെന്നുള്ള വിചാരം ജനമനസ്സുകളിൽ ഉരുണ്ടുകൂടുകയും അസ്വസ്ഥമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ മലയാള സിനിമ ഇതുപോലെ കലുഷിതമായിട്ടില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ പോലും മലയാളത്തിൻ്റെ നെടുംതൂണുകളായ മലയാള മഹാസിനിമകളുടെ നെടുംതൂണുകളായ അല്ലെങ്കിൽ ആകാശഗോപുരങ്ങളായ 2 താരങ്ങളുണ്ട്. മമ്മൂട്ടി, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ മോഹൻലാൽ, അദ്ദേഹം ചെന്നൈയിലാണ് എന്ന് പറയുന്നു. പക്ഷേ ഇതുവരെ രണ്ടുപേരും ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ബോംബുകൾ പൊട്ടും എന്നുള്ള ഭീതി കൊണ്ടാണോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ ഇത് കാരണമായിരിക്കുന്നു. ടെറിട്ടോറിയൽ ആർമിയുടെ ആളുകൂടിയാണ് മോഹൻലാൽ. അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. ഇവർ പങ്കെടുക്കാത്ത പരസ്യങ്ങളില്ലല്ലോ. എത്രയെത്ര പരസ്യങ്ങളിലൂടെയാണ് ഇവർ ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. എത്രയെത്ര അഭിനയ നാട്യങ്ങളിലൂടെ വേറൊരു വിധത്തിലും അവർ സ്ത്രീവിരുദ്ധമായിട്ടുള്ള റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണോ കേരളത്തിൽ ഇത്രയധികം ബലാത്സംഗങ്ങൾ നടക്കുന്നത്, സ്ത്രീ പീഡനങ്ങളും മാനഭംഗങ്ങളും നടക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, മറ്റാരോട് ചോദിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ സാംസ്കാരിക നായകന്മാർ എന്തുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടാൻ മടിക്കുന്നു? ഏത് കാര്യത്തിനും കയറി അഭിപ്രായം പറയുന്നവരാണല്ലോ ഇത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വിളിച്ച സത്യപ്രതിജ്ഞയ്ക്ക് പോലും പങ്കെടുക്കാൻ പോലും കഴിയാത്തത്ര തിരക്കുള്ള നടനാണ് മോഹൻലാൽ. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ പോലും സമയമില്ലാത്തത്. സിദ്ദിഖ് പറഞ്ഞത് അമ്മയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു, അമ്മയുടെ ഷോ. ആ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ടാണ് പത്രക്കാരോട് പറയാൻ തരണം. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്നു. കോടതിയിൽ കേസ് പോയപ്പോൾ പേടിച്ചു വന്നതാണ്. പേടിച്ചു വന്നിട്ടും പത്രസമ്മേളനം നടത്തി പത്രക്കാരെ മണിയടിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അദ്ദേഹം കിരീടം വീണുടഞ്ഞിരിക്കുന്നു. സൂര്യകിരീടം വീണുടഞ്ഞ് അദ്ദേഹം നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ തന്നെ. ഇനിയും പല കിരീടങ്ങളും വീണുടയാനുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് വീണുടയുക തന്നെ ചെയ്യും. പക്ഷേ ഇവർ അവലംബിക്കുന്ന മലയാള സിനിമയിൽ മഹാന്മാരാക്കിയ 2 പേരും മമ്മൂട്ടി, മോഹൻലാൽ, അവരില്ലെങ്കിൽ സിനിമയില്ലെങ്കിൽ ഇവരെ ജനങ്ങൾ അറിയില്ല. ഈ സിനിമയുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ സന്ദിഗ്ധ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമോ വിശ്വാസമോ പകരുന്ന എന്തെങ്കിലും പറയാത്തത് എന്തുകൊണ്ടാണ് അവരൊരക്ഷരം മിണ്ടാത്തത്? നിങ്ങൾ ശുദ്ധന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറയാൻ എന്തിനാണ് മടി? സത്യം പറയാൻ എന്തിനാണ് മടി? അപ്പോൾ നിങ്ങളെയും പേടി ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അതായത് ഒരു അധോലോകമാണ് മലയാളം സിനിമാ വ്യവസായം എന്ന് തോന്നും. എന്നിട്ട് നിങ്ങൾ സാംസ്കാരിക നായകന്മാരായും പരസ്യ നായകന്മാരായിട്ടും സിനിമാ നായകന്മാരായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പകർന്നാടിക്കൊണ്ട് വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ജനങ്ങളൊരു തീരുമാനം എടുക്കേണ്ടി വരും. നിങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ, ഇക്കാര്യത്തിൽ ശുദ്ധന്മാരെന്ന് തെളിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ അഭിനയിക്കുന്ന സിനിമകൾ ബഹിഷ്കരിക്കുക. സിനിമ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റുപോയ ബലൂൺ പോലെയായിത്തീരും. ഒരു വിധമായ സംശയമില്ല. ഇതറിയാം, ഇത് ഒരാഴ്ചത്തേക്കേ കാണും ഇതിൻ്റെ ഒരു സ്റ്റീം. അത് കഴിയുമ്പോൾ സ്റ്റീമെല്ലാം പോവും, തണുത്ത ചായ പോലെ ആയിത്തീരും, അല്ലെങ്കിൽ പഴുത്ത മീൻ പോലെ ഈ വാർത്തകളൊക്കെ ആയിത്തീരുമെന്നറിയാം. അതിൻ്റെ മറവിൽ രക്ഷപ്പെടാമെന്നുള്ള വിചാരമാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാം, സംശയത്തിൻ്റെ നിഴൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ദിലീപ് എന്ന് പറയുന്ന ആൾ ചെയ്തതൊരു മഹാപാതകമാണെന്ന് വിചാരിച്ച് ഞെട്ടിയ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അതിലും വലിയ പാതകങ്ങൾ നടന്നത് കണ്ട് ലജ്ജിച്ച് തലകുനിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് മഹാരഥന്മാരെ, മഹാനടന്മാരെ, നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ തുറന്നു പറയുക. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടില്ലെന്ന് ഏറ്റുപറയാനുള്ള ബാധ്യത നിങ്ങളെ സംശയം ചൂഴ്ന്നു നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്.